നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സെക്ഷൻ 12.4 വെലോസിറ്റി ആൻഡ് acceleration. Let r of t equal to f of t I plus g of t j plus h of t k be the position of the vector of an object. If f, g and h are twice differentiable functions of t, then the velocity vector v of t, acceleration vector a of t, and speed modulus of v of t of the object at time t are defined by. നമുക്ക് ആർ ഓഫ് ടി എന്നാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിലെ ഓരോ കമ്പോണൻസും എഫും ജിയും എച്ചും ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആണെങ്കിൽ നമുക്ക് അറ്റ് ദ ടൈം ടി വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി പൊസിഷൻ വെക്റ്ററിൻ്റെ. ദാറ്റ് ഈസ് വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ഐ പ്ലസ് എഫ് ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി കെ. ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ട്വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എ ഓഫ് ടി ഇസ് ഈക്വൽ ടു ആർ ഡബിൾ ഡാഷ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡബിൾ ഡാഷ് ഓഫ് ടി കെ. സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വെലോസിറ്റിയുടെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുക. മോഡുലസ് ഓഫ് വി ഓഫ് ടി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. The position of an object moving in a plane is given by r of t is equal to t square I plus tj where t greater than or equal to 0. Find its velocity, acceleration and speed when t is equal to 2. And we have to sketch the path of the object and also the vectors v of 2 and a of 2. So first of all, consider the position of the object. R of t is equal to t square I plus tj where t greater than or equal to 0. We have to find the velocity vector, that is v of t is equal to r dash of t which is equal to 2ti plus j. And we have to calculate acceleration of the vector which is equal to r double dash of t which is equal to 2i. നമുക്ക് വി ഓഫ് ടു കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എ ഓഫ് ടുവും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ടിക്ക് 2 കൊടുക്കുമ്പോൾ വി ഓഫ് 2 എന്ന് പറയുന്നത് 4i പ്ലസ് ജെ എന്നുള്ളത് കിട്ടും. എ ഓഫ് 2 എന്ന് പറയുന്നത് 2i കിട്ടും. ദെൻ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മോഡുലസ് ഓഫ് വി ഓഫ് ടി. വി ഓഫ് ടി നമുക്ക് 2ti പ്ലസ് ജെ ആണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 4t സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് വരും. അറ്റ് ടി ഈക്വൽ ടു 2 സ്പീഡ് എന്ന് പറയുമ്പോൾ റൂട്ട് 17 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേർവിൻ്റെ പാത്ത് വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളുടെ കേർവിന് നോക്കുക, ടി സ്ക്വയർ ഐ പ്ലസ് ടി ജെ ആണ്. നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എഴുതുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ടി സ്ക്വയറും വൈ ഈക്വൽ ടു ടിയും ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ്റെ കേർവ് വരച്ചിരുന്നത്? രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ആക്കാൻ പറ്റും നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് കിട്ടും, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമ്മൾ ആ കേർവിൻ്റെ പാത്ത് ഒന്ന് വരച്ചു, എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ വരച്ചു. അതുപോലെ തന്നെ എ ഓഫ് 2ഉം വി ഓഫ് 2ഉം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അറ്റ് ടി ഈക്വൽ ടു 2 എന്ത് ചെയ്യുക, ടി ഈക്വൽ ടു 2ൽ എക്സും വൈയും എന്താണെന്നുള്ളത് നോക്കുക. അറ്റ് ടി ഈക്വൽ ടു 2 എക്സ് എന്ന് പറയുന്നത് 4ഉം വൈ എന്ന് പറയുന്നത് 2ഉം ആണ്. അപ്പോൾ 4,2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിൻറ്റിൽ ഉള്ള പോയിൻറ്റിന് ഒരു ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ഓഫ് 2 കിട്ടും. അപ്പോൾ ആ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷനും കിട്ടും, എ ഓഫ് 2ഉം കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the velocity vector, speed and acceleration vector of an object that moves along the plane curve C described by the position vector r of t equal to 3 cos ti plus 2 sin tj. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വി ഓഫ് ടി എ ഓഫ് ടി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 3 cos ti plus 2 sin tj. v of t is equal to minus 3 sin ti plus 2 cos tj.
എ ഓഫ് ടി ഈക്വൽ ടു ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -3 cos t i -2 sin t j. ഇനി സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മോഡുലസ് ഓഫ് വി ഓഫ് ടി വിച്ച് വിൽ ബി ഈക്വൽ ടു √9 sin square t + 4 cos square t എന്നുള്ളത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ വെലോസിറ്റി വെക്റ്റർ, acceleration വെക്റ്റർ, സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് പൊസിഷൻ വെക്റ്റർ. r of t is equal to √ti plus t square j plus e raised to 2tk where t greater than or equal to 0. r of t എന്ന് പറയുന്നത് √ti plus t square j plus e raised to 2tk ആണ്. വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/2 √ti plus 2tj plus 2e raised to 2tk എന്ന് വരും. ഇനി ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സലറേഷൻ വെക്റ്റർ കിട്ടും വിച്ച് വിൽ ബി ഈക്വൽ ടു 1/2 √t എന്നുള്ളത് 1/2 t raised to -1/2 എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -1/2 ഇൻറ്റു 1/2 t raised to -1/2 +1 എന്നുള്ളത് വരും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് -1/4 t raised to -3/2 i plus 2j plus 4e raised to 2tk. ഇനി വെലോസിറ്റി വെക്റ്ററിനെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. അതായത് വിച്ച് ഇസ് ഈക്വൽ ടു √1/4t plus 4t square plus 4e raised to 4t എന്നുള്ളത് വരും. നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല, ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാലും നമുക്ക് കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A moving object has an initial position and an initial velocity given by the vectors r of 0 is equal to I plus 2j plus k and v of 0 is equal to I plus 2k. Its acceleration at time t is a of t is equal to 6ti plus j plus 2k. Find the velocity and position at time t. ഇവിടെ നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. r of 0 ഈക്വൽ ടു I plus 2j plus k എന്നും ഇനീഷ്യൽ വെലോസിറ്റി v of 0 is equal to I plus 2k എന്നും. ഇനി അറ്റ് ടൈം t ആക്സലറേഷൻ എന്ന് പറയുന്നത് 6ti plus j plus 2k ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വെലോസിറ്റി എന്താണ്, പൊസിഷൻ എന്താണ് അറ്റ് ടൈം ടിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ടല്ലോ 6ti plus j plus 2k എന്നുള്ളത്. ആക്സലറേഷൻ എന്ന് പറയുന്നത് നമുക്ക് വെലോസിറ്റീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി വെക്റ്റർ കിട്ടും. അതായത് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ഓഫ് ടി ഡി ടി, അതായത് ഇൻറ്റഗ്രൽ 6ti plus j plus 2k dt വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3t square i plus tj plus 2tk plus c. ഇതാണ് നമ്മളുടെ വെലോസിറ്റി വെക്റ്റർ. ഇതിൽ നമുക്ക് കോൺസ്റ്റൻറ്റ് c തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ഇനീഷ്യൽ കണ്ടീഷൻ v of 0 is equal to I plus 2k. ഇനി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വി ഓഫ് ടിയിൽ ടി ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ വി ഓഫ് 0 ഈക്വൽ ടു നമുക്കിവിടെ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റത്തെ 3 ടേംസും 0 ആയി പോവും, പ്ലസ് സി എന്ന് വരും. അതായത് വി ഓഫ് 0 ഇസ് ഈക്വൽ ടു സി എന്ന് വരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വി ഓഫ് 0യും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ I plus 2k ഇസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ കിട്ടിയ വി ഓഫ് ടിയിൽ സിയുടെ അവിടെ ഇപ്പം തന്നെ കിട്ടിയ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് വി ഓഫ് ടി എന്ന് പറയുന്നത് 3t square i plus tj plus 2tk plus c എന്ന് പറയുന്നത് I plus 2k ആണ്. ഇതിനൊന്ന് ഈ കമ്പോണൻസ് i j k എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ 3t square plus 1 into I plus tj plus 2 into t plus 1 into k എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി വെക്റ്റർ കിട്ടി. ഇനി വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ വെക്റ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ വെക്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് വെലോസിറ്റി വെക്റ്ററിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് r of t ഈക്വൽ ടു ഇൻറ്റഗ്രൽ 3t square plus 1 I
പ്ലസ് ടി ജെ പ്ലസ് 2 ഓഫ് ടി പ്ലസ് 1k dt. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3t³ പ്ലസ് ടി ഇൻറ്റു ഐ പ്ലസ് t²/2j പ്ലസ് t² പ്ലസ് 2tk പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യണമല്ലോ, അപ്പോൾ നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ R(0) തന്നേക്കണേ. R(0) = i പ്ലസ് 2j പ്ലസ് k. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ R(t)യിൽ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് R(0) = d എന്ന് കിട്ടും. ഇനി നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനും ഇപ്പോൾ കിട്ടിയ R(0)യും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ d = i പ്ലസ് 2jk എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിച്ച R(t)യിൽ ഡിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് എഴുതുമ്പോൾ R(t) = t³ പ്ലസ് t പ്ലസ് 1 ഇൻറ്റു ഐ പ്ലസ് t²/2 പ്ലസ് 2 ഇൻറ്റു j പ്ലസ് t² പ്ലസ് 2t പ്ലസ് 1 ഇൻറ്റു k എന്നുള്ളത് കിട്ടും. ഇനി നെക്സ്റ്റ് നോക്കാം, മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിൻ്റെ മോഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. സപ്പോസ് എ പ്രൊജക്ടൈൽ ഓഫ് മാസ് m is fixed from a height h with an initial velocity v0 at an angle of elevation alpha. ഫിഗർ നോക്കുക. ഇതിൽ ഇപ്പോൾ എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈറ്റിലുണ്ടല്ലോ, അവിടെയാണ് നമ്മളുടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്രൊജക്ടൈൽ എന്ന് പറയുമ്പോൾ മുകളിലോട്ട് പോയി താഴത്തേക്ക് വരുന്ന ഒരു പാത്ത്, അതാണ്. അപ്പോൾ ഈ പ്രൊജക്ടൈലിൻ്റെ മാസ് എന്ന് പറയുന്നത് m ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എച്ചിലാണ് അത് പ്ലേസ് ചെയ്യിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി v0യും ഇതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ആൽഫയാണ്. അതായത് നമുക്ക് എച്ച് ഹൈറ്റിലുള്ള ആ പോയിന്റിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണല്ലോ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. അത് ആൽഫ കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. If we describe the position of the projectile at time t with the position vector r of t, then its initial position may be described by the vector. നമുക്ക് ഈ പ്രൊജക്ടൈലിൻ്റെ ടൈം ടിയിൽ പൊസിഷൻ വെക്റ്റർ ആർ ഓഫ് ടി എന്ന് പറയുന്നത്, ഈ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ ടൈം 0യിൽ നമ്മളുടെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0 വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ആർ ഓഫ് 0 = hj എന്ന് പറയാം. ഇനി ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ഓഫ് 0 എന്നാണ് നമ്മൾ പറയുക, v0 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ആൽഫയാണല്ലോ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ് കമ്പോണൻറ്റ് v0 കോസ് ആൽഫയും വൈ കമ്പോണൻറ്റ് v0 സൈൻ ആൽഫയും കിട്ടും. അപ്പോൾ നമ്മളുടെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, v0 = v0 കോസ് ആൽഫ ഐ പ്ലസ് v0 സൈൻ ആൽഫ j എന്ന് പറയാം, വേർ v0 = മോഡുലസ് ഓഫ് v0. If we assume that air resistance is negligible and that the only external force acting on the projectile is due to gravity, then the force acting on the projectile is during its flight is F = -mgj. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് F = ma ആണ് നമ്മൾ സാധാരണ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എയർ റെസിസ്റ്റൻസും ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്ടൈലിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് F = -mgj എന്ന് കൊടുക്കാം. -mg എന്ന് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിന്റിൽ നോക്കി താഴത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൈനസ് കൊണ്ട് ഡിനോട്ട് ചെയ്തത് കേട്ടോ. -mgj, where g is the acceleration due to gravity. By the Newton's second law of motion, this force is equal to ma. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് F = ma എന്നറിയാം. അപ്പോൾ ഈ ഫോഴ്സ് ന്യൂട്ടൻ്റെ മോഷനിലെ ഫോഴ്സിനോട് ഈക്വാലൻ്റ് ആണ്, വേർ a is the acceleration of the projectile. So we can see that ma is equal to -mgi, where a is equal to -gj.
അതായത് എ ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ജി ജെ ആക്സലറേഷൻ വെക്റ്റർ നമുക്ക് കിട്ടി. ഓക്കെ, ഇഫ് വി ഓഫ് ടി ഈസ് ദ വെലോസിറ്റി വെക്റ്റർ ഓഫ് ദ പ്രൊജക്ടൈൽ, വി നോ ദാറ്റ് വി ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഓഫ് ടി. വി ഓഫ് ടി എന്ന് പറയുന്നത് വെലോസിറ്റി വെക്റ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി വെക്റ്ററിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എ ഓഫ് ടി കിട്ടുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇപ്പോൾ നമുക്ക് എ ഓഫ് ടി അറിയാം, വി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ജി ജെ ആണെന്ന് അറിയാം കേട്ടോ. ഇനി നമുക്ക് വെലോസിറ്റി വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഓഫ് ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതായത് ഇൻറ്റഗ്രൽ മൈനസ് ജി ജെ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ജി ടി ജെ പ്ലസ് സി ആണ്. ഓക്കെ, ഇനി ടി ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വി ഓഫ് 0 ഇസ് ഈക്വൽ ടു സി എന്നുള്ളത് വരും. വി ഓഫ് 0 ഇസ് ഈക്വൽ ടു സി വിച്ച് ഇസ് ഈക്വൽ ടു വി നോട്ട്. ഓക്കെ, കാരണം നമുക്ക് വി 0 എന്ന് പറയുന്നത് വി നോട്ട് ആണെന്ന് നമ്മൾ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വി ഓഫ് 0 ഈസ് ഈക്വൽ ടു വി നോട്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് വി ഓഫ് ടി ഈക്വൽ ടു മൈനസ് ജി ടി ജെ പ്ലസ് വി നോട്ട് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്സലറേഷൻ വെക്റ്റർ കിട്ടി എ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ജി ജെ, വെലോസിറ്റി വെക്റ്റർ കിട്ടി മൈനസ് ജി ടി ജെ പ്ലസ് വി നോട്ട്. ഇനി പൊസിഷൻ വെക്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി വെക്റ്ററിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വെലോസിറ്റി വെക്റ്ററിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ മൈനസ് ജി ടി ജെ പ്ലസ് വി നോട്ട് ഡി ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടി സ്ക്വയർ ബൈ 2 ജി മൈനസ് ജെ പ്ലസ് വി നോട്ട് ടി പ്ലസ് ഡി എന്നുള്ളത് വരും. ഇവിടെ നമുക്ക് ഇനി ഡി കോൺസ്റ്റൻറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടി ഈക്വൽ ടു 0 കൊടുക്കുക. ടി ഈക്വൽ ടു 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ ഓഫ് 0 ഇസ് ഈക്വൽ ടു ഡി എന്ന് വരും. പിന്നെ ആർ ഓഫ് 0 ഈക്വൽ ടു എച്ച് ജെ ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി ഈക്വൽ ടു എച്ച് ജെ എന്നുള്ളത് വരും. ഇനി ആർ ഓഫ് ടി നമുക്ക് ഇട്ടിരിക്കുന്ന ആർ ഓഫ് ടിയിൽ ഡിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആർ ഓഫ് ടി ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ജെ പ്ലസ് വി നോട്ട് ടി പ്ലസ് എച്ച് ജെ എന്നുള്ളത് വരും. ഓക്കെ, ഇനി നമുക്ക് പൊസിഷൻ വെക്റ്ററിനെ എങ്ങനെ എഴുതാം? ആർ ഓഫ് ടീനെ ഒന്നും കൂടി ഒന്ന് എഴുതാണെന്നുണ്ടെങ്കിൽ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ജെ പ്ലസ് വി നോട്ട് എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ വി നോട്ട് ഈക്വൽ ടു വി ഓഫ് 0 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വി നോട്ട് കോസ് ആൽഫ ഇൻറ്റു ഐ പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ഇൻറ്റു ജെ ഇൻറ്റു ടി പ്ലസ് എച്ച് ജെ എന്നുള്ളത്. ഇതിനെ ഐ കമ്പോണൻറ്റ് ജെ കമ്പോണൻറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു വി നോട്ട് കോസ് ആൽഫ ടി ഐ പ്ലസ് എച്ച് പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ജെ. അപ്പോൾ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് വി നോട്ട് കോസ് ആൽഫ ടി ഐ പ്ലസ് എച്ച് പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ജെ എന്നുള്ളത് കിട്ടും. നമുക്ക് അപ്പോൾ പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ദി ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഫയർഡ് ഫ്രം എ ഹൈറ്റ് എച്ച് with an initial speed v0 and an angle of elevation alpha is given by the position vector function. R of t is equal to v0 cos alpha t I plus h plus v0 sin alpha t minus half gt squared j, where g is the constant of acceleration due to gravity. ഇതാണ് പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ വെക്ടറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A shell is fixed from a gun located on a hill 100 meters above the level terrain. The nozzle speed of the gun is 500 meters per second and its angle of elevation is 30 degrees. First we have to find the range of the shell, then the maximum height attained by the shell and the speed of the shell at impact. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഷെല്ലിൻ്റെ റേഞ്ച്, പിന്നെ ഷെല്ല് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ്, പിന്നെ ഷെല്ല് പോകുന്ന സ്പീഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം.
തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക, എന്തൊക്കെ തന്നിട്ടുണ്ട്. ഈ ഷെൽ എന്ന് പറയുന്നത് നമ്മുടെ ലെവൽ ടെറൈനിൻ്റെ ലെവലിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഈ ഷെല്ല് നമ്മൾ ഫയർ ചെയ്യുന്നത്. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, 100 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ നസൽ സ്പീഡ് ഓഫ് ദ ഗൺ എന്ന് പറയുന്നത് 500 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് V0 എന്ന് പറയുന്നത് 500 കൊടുക്കാം. ദെൻ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി കൊടുക്കാം. ഓക്കെ, ഇനി G എന്ന് പറയുന്നത് ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾക്ക് അറിയാവുന്ന പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ വെക്റ്റർ R of t അത് കാണാതെ പഠിച്ചു വയ്ക്കേണ്ടതാണ് കേട്ടോ. R of t is equal to V0 cos alpha t I plus H plus V0 sin alpha t minus half GT square J. ഇതിൽ നമുക്ക് അറിയാവുന്ന V0ഉം ആൽഫയും എച്ചും ഒക്കെ ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് ഇക്വേഷൻ വരാം. R of t is equal to 500 cos 30 degree t I plus 100 plus 500 sin 30 degree t minus 4.9 t square J. നമ്മൾ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 250 root 3 ti plus 100 plus 250 t minus 4.9 t square G എന്നുള്ളത് വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു 250 root 3 t, y ഈക്വൽ ടു 100 plus 250 t minus 4.9 t square ആണ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, ഷെല്ലിൻ്റെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് റേഞ്ച് ആണല്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റേഞ്ച് ഓഫ് ദ ഷെൽ. അപ്പോൾ നമുക്ക് t ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ y എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ ടിയുടെക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇല്ല ടി എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് y ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടിക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ 4.9 t square minus 250 t minus 100 equal to 0 കൊടുക്കുക. Then by using our quadratic equation t is equal to 250 plus or minus root of 250 square plus 1960 divided by 2a അല്ല. അപ്പോൾ 2 into 4.9 എന്ന് പറയുമ്പോൾ 9.8 വരും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് t ഈസ് ഈക്വൽ ടു 51.4 എന്നുള്ളത് കിട്ടും. ഇനി ഈ t നമ്മൾ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂവും കിട്ടും. അതുപോലെ തന്നെ ടിയുടെ വാല്യൂ വീണ്ടും ഓക്കെ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ എക്സിൽ ടീൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെല്ലിൻ്റെ റേഞ്ച് കിട്ടും. ഇത്രയും. ഇനി നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് y കമ്പോണൻ്റ് ആണല്ലോ. അപ്പോൾ y ഈക്വൽ ടു 100 plus 250 t minus 4.9 t square ആണ് നമുക്കറിയാം. അപ്പോൾ ഈ വൈയുടെ മാക്സിമം വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, y ഡാഷ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ y ഡാഷ് നമുക്കിവിടെ എന്താ വരുന്നത്, 250 മൈനസ് 9.8t ഇസ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ 25.5 കിട്ടും. ഓക്കെ, ഇനി y ഡബിൾ ഡാഷ് അറ്റ് t ഈക്വൽ ടു 25.5 കാൽക്കുലേറ്റ് ചെയ്യുക. y ഡബിൾ ഡാഷ് കേട്ടോ. അപ്പോൾ നമുക്ക് y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് -9.8 എന്നുള്ളത് കിട്ടും. അപ്പോൾ -9.8 എന്ന് പറയുന്നത് ഇവിടെ <0 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് <0 ആണെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ, ഏത് പോയിന്റിലാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആ പോയിന്റിലായിരിക്കും മാക്സിമം ഹൈറ്റ് എന്ന് വരുന്നത്. ഓക്കെ,
അപ്പോൾ നമുക്കിവിടെ മാക്സിമം ഹൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഏത് ടൈമിലാണ് എന്നുള്ളത് കിട്ടി. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പറയാം കേട്ടോ. വൈ നമുക്കറിയാം, വൈ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുക. വൈ ഡാഷ് ഈക്വൽ ടു 0 ആകുന്നത് ടൈം എപ്പോഴാണെന്ന് നോക്കുക. ആ ടൈമിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ നമുക്ക് നെഗറ്റീവാണ് കിട്ടിയത്. അപ്പോൾ ആ ടൈമിലായിരിക്കും നമ്മുടെ ഇത് ഫ്ലൈറ്റ് എന്ത് ചെയ്തത്, മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് t ഈക്വൽ ടു 25.5 ആണ്. അപ്പോൾ 25.5ൽ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് y എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിൽ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 3289 എന്നുള്ളത് കിട്ടും. ഇനി നമ്മളുടെ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ഷെൽ അറ്റ് ഇമ്പാക്റ്റ്. ഷെല്ലിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡയറക്റ്റാണ്. നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്നത് 250√3ti പ്ലസ് 100 പ്ലസ് 250t മൈനസ് 4.9t² എന്നുള്ളത് അറിയാം. ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു 250√3i പ്ലസ് 250 മൈനസ് 9.8t ഇൻറ്റു ജെ എന്നുള്ളത് കിട്ടും. അറ്റ് 51.4ൽ 51.4 എടുക്കുന്നത് നമ്മളുടെ ഗ്രൗണ്ടിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ടൈമാണ്. ആ ടൈമിലെ സ്പീഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ t ഈക്വൽ ടു 51.4 കൊടുക്കുമ്പോൾ നമുക്ക് വെലോസിറ്റി അറ്റ് 51.4 എന്ന് പറയുന്നത് 250√3i മൈനസ് 253.7j എന്നുള്ളത് കിട്ടും. ഇതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ 502 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതാണ് നമ്മളുടെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സെക്ഷനിൽ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടൈലിൻ്റെ പൊസിഷൻ ഫങ്ഷനും അതിൻ്റെ എങ്ങനെയൊക്കെയാണ് വാല്യൂസ് കിട്ടുക എന്നുള്ളതും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ.